രാഗദ്വേഷങ്ങൾ പുണ്യാപുണ്യങ്ങളാൽ ഉത്പന്നമാവുന്നു എന്ന് പറയുകയുണ്ടായി. പറയാം, വിരോധമില്ല, പറയാമെന്നേ പറഞ്ഞിട്ടുള്ളേ. അതാവട്ടെ, അത് സമ്മതിച്ചു. പുണ്യാപുണ്യങ്ങളാൽ രാഗദ്വേഷങ്ങൾ, ശരി, രാഗദ്വേഷങ്ങളാൽ പുണ്യാപുണ്യങ്ങൾ, അത് വളരെ ശരിയാണ്. രാഗദ്വേഷങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം? ഒന്നാമതായിട്ട് വേണ്ടത്, ഞാൻ രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചിട്ടില്ല എന്നുള്ളതിനെ അംഗീകരിക്കുക. ആദ്യം വേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗമുണ്ടെന്ന് അംഗീകരിക്കണം. അയ്യോ എനിക്ക് രോഗമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മഹാരോഗിയാകേണ്ട ആവശ്യമില്ല. പക്ഷെ അതേ സമയത്ത് അംഗീകരിക്കണം, ഇങ്ങനൊന്നും എനിക്കുണ്ട്. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയും, ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. എനിക്ക് രാഗദ്വേഷങ്ങളൊന്നും ഇല്ലയെന്ന് പറയാൻ നിൽക്കരുത്. ഇന്ദ്രിയാർത്ഥത്തിൽ രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതങ്ങളാണ്, ഉണ്ട്. പിന്നെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? തയോർണ വശമാകച്ഛേത്, അവയുടെ വശത്ത് പെടാതിരിക്കുക. അവയുണ്ടെന്നറിഞ്ഞ് അവ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഉടനെ നമ്മളെ വിചാര പ്രക്രിയ നടക്കണം. ഇവൻ എന്നെ കൊടുക്കും, ഇവൻ എന്നെ ബന്ധിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി, കരുതലോടുകൂടി കഴിയുക. കള്ളനാണെന്ന് നമുക്ക് ഉറപ്പുള്ള ആൾ നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളെങ്ങനെയാ? ജാഗ്രത ഉണ്ടാവും. നമ്മൾ തന്നെ അവനെ താമസിപ്പിച്ച്, നമുക്കറിയാം അവൻ കള്ളനാണ്, തക്കം കിട്ടി അവൻ കക്കും. സന്ദർഭവശാൽ അവനെ താമസിപ്പിച്ചേ മതിയാവും. അപ്പം നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കും. അതേസമയം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവൻ തനി സ്വഭാവം എടുക്കില്ല. നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാത്ത വിധം നിരീക്ഷിക്കാൻ പഠിക്കണം. ഇതുപോലെ തന്നെയാണ് തയോർണ വശമാകച്ഛേത്, അവർ രണ്ടിൻ്റെയും വശത്ത് പെടരുത്. അപ്പോൾ രാഗദ്വേഷാദികൾ കാമക്രോധങ്ങൾ അല്ലെങ്കിൽ ക്രോധാദി ദോഷങ്ങളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ കടിഞ്ഞാനുണ്ടാവണം. മനസ്സിൻ്റെ വിചാരപ്രക്രിയ നടക്കണം. അതേ വേണ്ടു. രാഗദ്വേഷങ്ങൾ ഇല്ല എന്ന് പറയരുത്. രാഗദ്വേഷങ്ങൾ സഹജമാണ്. ഇപ്പം നമ്മൾ ഒരു ആളിവിടെ ഒരു നെല്ലിക്ക കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോളൂ. ഒറ്റ നെല്ലിക്ക, നല്ല നെല്ലിക്ക അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ വായിൽ വെള്ളം വരും. ഇല്ല വരില്ല? അതിൻ്റെ പ്രകൃതമാണ്. അല്ലെങ്കിൽ പുളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് വായിൽ വെള്ളം വന്നു. അതെ, അതിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ നാവിൽ ഒരാൾ പഞ്ചസാര വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അലിയിക്കാനുള്ള പ്രക്രിയ, അതിനോടൊരു ആഭിമുഖ്യവും നമുക്ക് തോന്നും. ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതാണ് ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷ വ്യവസ്ഥിതം. അതുകൊണ്ട് തയോർണ വശമാകച്ഛേത്, ഒരു വശത്തുപെടരുത്, അത്രയേ ഉള്ളൂ. വിചാരം ചെയ്താൽ മതി, ഒരു നിരീക്ഷണം ഉണ്ടായാൽ മതി. ജ്ഞാനം വിജ്ഞാനമാവുന്നത് ശ്രുതിവാക്യം ഗുരുവാക്യം സ്വപ്രത്യയം ഇവ ഒന്നാവുമ്പോഴാണല്ലോ. ബുദ്ധിഗ്രാഹ്യമായ ശ്രുതിജ്ഞാനം സ്വപ്രത്യയമാവാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തണം? വളരെ നല്ല ചോദ്യമാണ്. അവിടെ ബുദ്ധിഗ്രാഹ്യമാവുക എന്ന് പറഞ്ഞാൽ ഇത് വൃത്തിജ്ഞാന പ്രക്രിയ, വൃത്തിജ്ഞാനമാണ്. ചോദ്യം വ്യക്തമാണ്. ജ്ഞാനം വിജ്ഞാനമാവുന്നത് ശ്രുതിവാക്യം ഗുരുവാക്യം സ്വപ്രത്യയം ഇവ ഒന്നാവുമ്പോഴാണല്ലോ. അതെ, ബുദ്ധിഗ്രാഹ്യമായ ശ്രുതിജ്ഞാനം
സ്വപ്രത്യയമാവാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തണം. നമുക്ക് ഗ്രഹിക്കാൻ ആകെ ഒരു ഉപാധിയേ ഉള്ളൂ, ആ ബുദ്ധി മാത്രമാണ്. വേറെ വല്ല ഉപാധികാരം എടുത്തെങ്കിലും ഉണ്ടോ? ഇല്ല. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 വൃത്തികളോടുകൂടി അന്ധഃകരണം മാത്രമാണ് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. വേറൊന്നുമില്ല, ഒരു കോപ്പും നമുക്കില്ല. അപ്പോൾ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഗ്രഹിക്കേണ്ടത്. ജ്ഞാനം ബുദ്ധിഗ്രാഹ്യമാണ്. വൃത്തിഷ്ഠമാം അറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യയതുമില്ല, വിളക്കു വന്നാൽ അദ്ദിക്കിലിരുളില്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഈ വിഷയം സ്പഷ്ടമാക്കി തരുന്നുണ്ട്. അറിവ് വൃത്തിഷ്ഠമാണ്. അപ്പോൾ എന്താണ് ആ പ്രക്രിയ എന്ന് ചോദിച്ചാൽ ശ്രവണ മനന നിധിധ്യാസങ്ങൾ തന്നെയാണ്. ഗുരുവാക്യം ശ്രവണം ചെയ്തു, മനനം ചെയ്തു, ശാസ്ത്രവാക്യം ഗുരുനാഥൻ ഉപദേശിച്ചു. അങ്ങനെ ശ്രവണ മനനങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ നമുക്കൊന്ന് ബോധിച്ചു: ഗുരുവാക്യം ശാസ്ത്രവാക്യം എന്ന് രണ്ടില്ല. ഗുരുവാക്യം തന്നെ ശാസ്ത്രവാക്യം, ശാസ്ത്രവാക്യം തന്നെ ഗുരുവാക്യം. ഇപ്പോൾ രണ്ടൊന്നായി. ഇപ്പം സ്വപ്രത്യയം വേറെ ഉണ്ട്. അവിടെയാണ് അടുത്ത ഘട്ടത്തിൽ നിധിധ്യാസത്തിലൂടെ, ശ്രവണ മനനങ്ങൾ ആദ്യം കഴിഞ്ഞു, നിധിധ്യാസത്തിലൂടെ എല്ലാ വിപര്യങ്ങളും നീങ്ങുമ്പോൾ, എല്ലാ പ്രശ്നങ്ങളും വിതർക്കങ്ങളും വിപര്യങ്ങളും നീങ്ങുമ്പോൾ ഗുരുശാസ്ത്രവാക്യം സ്വന്തം പ്രത്യയമായി. ഇതുവരെ സ്വന്തം പ്രത്യയം വേറെ ഉണ്ടായിരുന്നു, അപ്പം അത് പോയി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത് ഏകീഭവിച്ചു, ഒന്നായി. ഈ 3 പ്രത്യയങ്ങളുടെയും ഏകത്ര സംഭവിക്കുന്നതാണ് അപരോക്ഷജ്ഞാനം, വിജ്ഞാനം, സാക്ഷാത്കാരം എന്നൊക്കെ പല ഭാഷകളിൽ വേദാന്തശാസ്ത്രം പറയുന്നത്. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ കേനോപനിഷത്തിൻ്റെ വാക്യഭാഷ്യത്തിലാണ് സ്പഷ്ടമാക്കുന്നത്, ഈ ഒരു വിഷയം. ശരി.